ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് സിലബസിൻ്റെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാഠമായ ആറ്റത്തിൻ്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന പാഠമാണ്. ഈ പാഠത്തിലെ എല്ലാ പോർഷനും അതുപോലെ തന്നെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനുകളുടെ ആൻസറും പറഞ്ഞു തരുന്നതാണ്. എന്താണ് ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ? ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. പേനയോ കസേരയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ഓക്സിജനോ ഹൈഡ്രജനോ അല്ലെങ്കിൽ വെള്ളം, എണ്ണ, എന്ത് സാധനം എടുത്താലും അത് എന്തുകൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്? ആറ്റം കൊണ്ടാണ്. പലതരം ആറ്റങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് ഓക്സിജൻ്റെ ആറ്റം എന്ന് പറഞ്ഞാൽ O എന്നാണ് അതിൻ്റെ സിമ്പിൾ. അതുപോലെ ഹൈഡ്രജൻ്റെ ആറ്റം എന്ന് പറയുമ്പോൾ H. വേറെ ഒരെണ്ണം നമുക്ക് നോക്കാം, കാർബണിൻ്റെ ആറ്റം എന്ന് പറയുമ്പോൾ C. ഇനി ഇത് ഓക്സിജൻ്റെ ഒരു ആറ്റമാണ്. ഇതുപോലത്തെ 2 ഓക്സിജൻ ആറ്റം ചേരുമ്പോൾ O2 എന്നായി മാറി. ഇതാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ വാതകം അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസ് എന്ന് പറയുന്നത്. 3 ഓക്സിജൻ ആറ്റം ചേരുമ്പോൾ O3 ആയി. ഇതാണ് നമ്മൾ ഓസോൺ പാളി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓസോൺ വാതകം അഥവാ ഓസോൺ ഗ്യാസ് എന്ന് പറയാം. അപ്പോൾ 2 ഓക്സിജൻ ചേർന്നപ്പോൾ അത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും 3 ഓക്സിജൻ ചേർന്നപ്പോൾ അത് ഓസോൺ വാതകം അല്ലെങ്കിൽ ഓസോൺ ഗ്യാസുമായി തീർന്നു. ഇതുപോലെ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്നവയാണ് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ഹൈഡ്രജൻ വാതകം അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ 2 ആറ്റം ചേർന്നതാണ്. അതായത് H2 ആണ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ H2 എന്ന് പറയുന്നത് എന്താണ്? ഒരു തന്മാത്രയാണ്, ഒരു മോളിക്യൂളാണ്. വെറുതെ H എന്ന് പറഞ്ഞാൽ ഒരു ആറ്റമാണ്. അങ്ങനത്തെ 2 ഹൈഡ്രജൻ ആറ്റം ചേരുമ്പോഴാണ് ഹൈഡ്രജൻ്റെ മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര ഉണ്ടാകുന്നത്. ഒരു ആറ്റം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ആറ്റത്തിൻ്റെ നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, ഒരു ചാർജും ഇല്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ പോസിറ്റീവ് ചാർജ് ഉള്ളവയാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഈ ചാർജൊന്നും ഇല്ലാത്തവയാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരൊക്കെയാണുള്ളത്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോണിന് ചാർജൊന്നുമില്ല. ന്യൂക്ലിയസിന് പുറത്തായി ഇതുപോലെ കുറച്ച് വലയങ്ങളുണ്ട്. അവയെയാണ് ഷെല്ലുകൾ എന്ന് പറയുക. ഇതിനെ തന്നെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നതും. ഓർബിറ്റുകൾ. ഇതിനെ തന്നെയാണ് എനർജി ലെവലുകൾ എന്ന് പറയുക. മലയാളത്തിൽ ഊർജ നിലകൾ എന്ന് പറയും. ഈ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ഇരിക്കുന്നത്. എന്താണ് ഇലക്ട്രോൺ? പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഉള്ളതാണെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചാർജ് ഉള്ളതാണ്? നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു ന്യൂക്ലിയസ് ഉണ്ടാകും. ന്യൂക്ലിയസിനകത്ത് ആരുണ്ടാവും? പ്രോട്ടോൺ ഉണ്ടാകും. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസിൻ്റെ അകത്ത് തന്നെ ന്യൂട്രോൺ ഉണ്ടാകും. ന്യൂട്രോണിന് ചാർജൊന്നുമില്ല. ഇനി ന്യൂക്ലിയസിന് പുറത്ത് ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് ഉണ്ടാകും. അതിലാണ് ഇലക്ട്രോൺ താമസിക്കുന്നത്. ഇലക്ട്രോണിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. ഇനി നമുക്ക് ഈ ഷെല്ലുകളെ പറ്റി ഒന്ന് പറയാം. ഈ ഷെല്ലിനെയാണ് ഒന്നാമത്തെ ഷെൽ അല്ലെങ്കിൽ ഒന്നാമത്തെ എനർജി ലെവൽ, അതായത് ഒന്നാമത്തെ ഊർജ്ജ നില എന്ന് പറയുന്നത്. ഇത് 2ാമത്തെ ഷെൽ. ഇനി ഒരെണ്ണം ഉണ്ടെങ്കിൽ 3ാമത്തെ ഷെൽ, 4ാമത്തെ ഷെൽ, അങ്ങനെ പോകും. ഈ ഷെല്ലിൻ്റെ പേരാണ് K ഷെൽ. അടുത്തത് L ഷെൽ. അടുത്തതുണ്ടെങ്കിൽ M ഷെൽ. അടുത്തതുണ്ടെങ്കിൽ N ഷെൽ. അടുത്തത് O ഷെൽ. അതായത് നമ്മൾ ABCD എഴുതുമ്പോൾ K തൊട്ട് എഴുതിയാൽ HIJK L M N O ആ ഓർഡറിലാണ് ഇത് പോകുന്നത്. K തൊട്ടാണ് തുടങ്ങുന്നത് എന്ന് മാത്രം. K ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണാണ് കൊള്ളുക. അതായത് ഒരു ആറ്റത്തിൽ 10 ഇലക്ട്രോൺ ഉണ്ടെന്നിരിക്കട്ടെ, ആ 10 എണ്ണവും ഇവിടെ തന്നെ വരച്ച് വെക്കാനായിട്ട് പറ്റില്ല. ഈ ഷെല്ലിൽ ഇതിൽ 2 എണ്ണേ വരയ്ക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഷെല്ലിൽ വേണം വരയ്ക്കാൻ. L ഷെല്ലിൽ 8 ഇലക്ട്രോണാണ് പരമാവധി കൊള്ളുക. M ഷെല്ലിൽ 18 ഇലക്ട്രോണാണ് പരമാവധി കൊള്ളുക. N ഷെല്ലിൽ 32 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ O ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതുപയോഗിച്ച് കണ്ടെത്താം. ഇതല്ലേ 1ാമത്തെ ഷെല്ല്. അപ്പോൾ N = 1 വരിക. N എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പറാണ്, ഏത് ഷെല്ലാണ് എന്നുള്ളതാണ്. ഇതല്ലേ 2ാമത്തെ ഷെല്ല്. അപ്പോൾ N = 2.
ഇതല്ലേ മൂന്നാമത്തെ ഷെല്ല് n=3, ഇത് നാലാമത്തെ ഷെല്ല് n=4, അങ്ങനെ പോകും. ഒരു ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ കൊള്ളും എന്നറിയാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. 2n² എന്നാണ് ഇക്വേഷൻ. അതായത് ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും എന്നറിയാൻ 2 ഇൻറ്റു എന്നിന് പകരം എത്രയായിരിക്കും? അപ്പോൾ 1 ആയിരിക്കുമല്ലോ. 1² 2 ഇൻറ്റു 1² എന്ന് പറഞ്ഞാൽ 1 തന്നെ, അപ്പോൾ 2. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺ ആണ് കൊള്ളുക. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, 2 എന്നല്ലേ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഷെല്ലിലോ? അപ്പോൾ 2n²-ൽ എന്നിന് പകരം 2 എന്നിട്ട് കൊടുക്കുക. 2 ഇൻറ്റു 2² എന്ന് പറഞ്ഞാൽ 4, അപ്പോൾ ആൻസർ 8. അതായത് രണ്ടാമത്തെ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോൺ ആണ് കൊള്ളുക. മൂന്നാമത്തെ ഷെല്ലിലോ? 2 ഇൻറ്റു എന്നിന് പകരം 3² അതായത് 2 ഇൻറ്റു 9, അപ്പോൾ 18. അതുകൊണ്ട് മൂന്നാമത്തെ ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോൺ ആണ് കൊള്ളുക. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം. ഇനി ഈ ആറ്റം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നതാണ്. ഇനി നമുക്ക് യഥാർത്ഥത്തിലുള്ള ആറ്റങ്ങൾ വരയ്ക്കാം. അതായത് ഹൈഡ്രജൻ, ഓക്സിജൻ ഇതൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സിമ്പൽ അല്ലെങ്കിൽ പ്രതീകം എന്ന് പറയുന്നത് എന്താണ്? H എന്നാണ്. ഓക്സിജൻ ആറ്റമാണെങ്കിൽ O എന്നാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ തന്നെ വരില്ല. ഉദാഹരണത്തിന് സോഡിയം ആറ്റത്തിൻ്റെത് S എന്നല്ല, Na എന്നാണ്. അപ്പോൾ ഞാൻ ഹൈഡ്രജൻ വരയ്ക്കുകയാണ്. ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ ഒരു പ്രോട്ടോൺ ആണുള്ളത്. ഞാനിപ്പോൾ പ്ലസ് ഇടുന്നതിന് പകരം ഒരു P എന്ന് എഴുതുകയാണ്. ഒരു പ്രോട്ടോൺ ആയതുകൊണ്ട് ഒരു P. ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ്രജൻ്റെ ആറ്റത്തിനുള്ളിൽ ന്യൂട്രോണുകളൊന്നുമില്ല കേട്ടോ, അപ്പോൾ 0 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇലക്ട്രോണുകൾ വരയ്ക്കാം. ഞാൻ ആദ്യത്തെ ഷെല്ല് വരച്ചു. ഹൈഡ്രജന് ആകെ ഒരു ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ ഇനി ഷെല്ലുകൾ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്താ? ഇലക്ട്രോണിനെ വെക്കാനാണ് നമ്മൾ ഷെല്ല് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണല്ലോ ഉള്ളത്. നമ്മൾ ഏതൊരു ആറ്റം എടുക്കുകയാണെങ്കിലും ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ എത്ര പ്രോട്ടോൺ ആണോ ഉള്ളത് അത്രയും ഇലക്ട്രോണുകൾ തന്നെയാണ് ആ ആറ്റത്തിൽ ഉണ്ടാകുക. അപ്പോൾ ഒരു പ്രോട്ടോൺ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉണ്ടാകുക. പക്ഷെ ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിൽ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇനി ഈ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണെന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്. അതിനെ തന്നെയാണ് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 1. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക നമ്പർ എത്രയാണ്? 1 തന്നെ. അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക നമ്പറിനെയാണ് Z എന്ന് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ Z എത്രയാണ്? 1 ആണ്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു വാക്കുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, മാസ് നമ്പർ. അറ്റോമിക് നമ്പർ Z വെച്ചാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ മാസ് നമ്പർ A വെച്ചാണ് നമ്മൾ കാണിക്കുന്നത്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എത്ര പ്രോട്ടോൺ ഉണ്ടോ പ്ലസ് എത്ര ന്യൂട്രോൺ ഉണ്ട്, ഇത് തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടെ ഇപ്പോൾ ഒരു പ്രോട്ടോണും 0 ന്യൂട്രോണും അല്ലേ ഉള്ളത്. അപ്പോൾ മാസ് നമ്പർ എത്രയാണ്? 1 + 0 അതായത് 1. അതായത് ഇവിടെ A എത്രയാണ്? 1. ഹൈഡ്രജൻ്റെ സിമ്പലാണ് ഈ എഴുതിയിരിക്കുന്നത്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. അറ്റോമിക് നമ്പർ നമ്മൾ എഴുതുന്നത് ഇടത്ത് വശത്ത് താഴെയായിട്ടാണ്. മാസ് നമ്പർ എത്രയാണ്? 1 ആണ്. മാസ് നമ്പർ നമ്മൾ എഴുതുന്നത് ഇടത്ത് വശത്ത് മുകളിലായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണെങ്കിൽ ഇതെന്താണ്? സിമ്പൽ അല്ലെങ്കിൽ പ്രതീകമാണ്. ഇതെന്താണ്? അറ്റോമിക് നമ്പറാണ്. ഇതെന്താണ്? മാസ് നമ്പറാണ്. പണ്ടത്തെ കാലത്ത് ആറ്റം എങ്ങനെയാണ് അല്ലെങ്കിൽ ആറ്റത്തിനുള്ളിൽ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണൊക്കെയാണ് എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പല സയൻറ്റിസ്റ്റുകളും ശ്രമിച്ചു. ഓരോ സയൻറ്റിസ്റ്റും ഓരോരോ പുതിയ മോഡലാണ് കൊണ്ടുവന്നത്. അങ്ങനെ അവസാനം നമുക്ക് ഈ ശരിയായ മോഡൽ കിട്ടി. ഈ മോഡൽ കൊണ്ടുവന്നത് നീൽസ് ബോർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹമാണ് നീൽസ് ബോർ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വരയ്ക്കുന്ന ഈ ആറ്റത്തിൻ്റെ മോഡലിനെ ബോർസ് മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ ബോർ ആറ്റം മാതൃക എന്നാണ് പറയുന്നത്. ഹൈഡ്രജൻ്റെ ബോർസ് മോഡൽ അല്ലെങ്കിൽ ബോർ മാതൃകയാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളിപ്പോൾ വരച്ചത്. അടുത്തത് ഹീലിയത്തിൻ്റെ, ലിഥിയത്തിൻ്റെ, ബെർലിയത്തിൻ്റെ ഇതെല്ലാം വരയ്ക്കാനായിട്ട് നമ്മൾ പഠിക്കും. അതാണ് നമ്മളിനി നോക്കുന്നത്, ബോർ മോഡൽ. ഞാൻ നേരത്തെ പറഞ്ഞ ബോർസ് മോഡൽ ഓഫ് ആറ്റം തന്നെയാണ് ഈ ബോർ മോഡൽ എന്ന് ചുരുക്കി എഴുതിയിരിക്കുന്നത്.
അല്ലെങ്കിൽ മലയാളത്തിൽ ചുരുക്കി ബോർ മാതൃക എന്നെഴുതാം. ഇതാണ് നമ്മളിനി വരയ്ക്കാൻ പഠിക്കുന്നത്. ഹൈഡ്രജൻ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഞാൻ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ആദ്യം ചെയ്യുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, N714. ഇതിൻ്റെ ബോർ മോഡൽ അല്ലെങ്കിൽ ബോർ മാതൃക വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ഈ താഴെ തന്നിരിക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? അറ്റോമിക് നമ്പർ ആണിതല്ലേ. അറ്റോമിക് നമ്പർ 7 ആണെങ്കിൽ എത്ര പ്രോട്ടോൺ ആണുള്ളത്? 7 പ്രോട്ടോൺ അല്ലേ. എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 7 ഇലക്ട്രോൺ ആണ്. കാരണം എന്താ? പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യമാണ്. അതുതന്നെയാണ് അറ്റോമിക് നമ്പർ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് പ്രോട്ടോണും ഇലക്ട്രോണും കിട്ടി. ന്യൂട്രോൺ ആണ് കണ്ടെത്തേണ്ടത്. ഇതുപോലെ തന്നിട്ട് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടെത്തണമെങ്കിൽ ഒരു ഇക്വേഷനുണ്ട്. ന്യൂട്രോണിൻ്റെ എണ്ണം N = മാസ് നമ്പർ, അതായത് A മൈനസ് അറ്റോമിക് നമ്പർ. N = മാസ് നമ്പർ ഏതാണ് ഇവിടെ? 14 മൈനസ് അറ്റോമിക് നമ്പർ ഏതാണ് ഇവിടെ? 7. അപ്പോൾ 14 മൈനസ് 7 എന്ന് പറയുമ്പോൾ 7 തന്നെയാണ് ഇവിടെ ന്യൂട്രോൺ. അതായത് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടെത്തണമെങ്കിൽ ഈ പൊക്കത്തെ നമ്പർ മൈനസ് താഴത്തെ നമ്പർ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കാമല്ലോ. ന്യൂക്ലിയസ് വരയ്ക്കാം. ന്യൂക്ലിയസിൻ്റെ അകത്ത് എത്ര പ്രോട്ടോൺ? 7 പ്രോട്ടോൺ. അപ്പോൾ 7p എന്നെഴുതി. എത്ര ന്യൂട്രോൺ? 7 ന്യൂട്രോൺ. 7n എന്നെഴുതി. ഇനി ആദ്യത്തെ ഷെല്ല് വരച്ചു. ആദ്യത്തെ ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ ആണ് വെക്കാൻ പറ്റുക? 2 ഇലക്ട്രോണേ വെക്കാൻ പറ്റുള്ളൂ. ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 എണ്ണം. അപ്പോൾ 5 എണ്ണം കൂടി ഇനി വരയ്ക്കണ്ടേ? അപ്പോൾ നമ്മൾ അടുത്ത ഷെല്ല് വരയ്ക്കാം. ഈ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് പരമാവധി വെക്കാൻ പറ്റുക? 8 ഇലക്ട്രോൺ ആയിരുന്നു. നമുക്കിനി 5 എണ്ണം കൂടി വെച്ചാൽ മതി. അപ്പോൾ 5 എണ്ണവും ഈ ഷെല്ലിൽ തന്നെ വെക്കാമല്ലോ. 1 2 3 4 5 5 എണ്ണം വെച്ച് കഴിഞ്ഞു. N എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നൈട്രജൻ്റെ ബോർ മോഡൽ അല്ലെങ്കിൽ ബോർ മാതൃക എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Na എന്ന് പറഞ്ഞാൽ സോഡിയം ആണ്. അപ്പോൾ ഇത് സോഡിയത്തിൻ്റെ ബോർ മോഡൽ അല്ലെങ്കിൽ ബോർ മാതൃക വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റോമിക് നമ്പർ എത്രയാണ്? 11. അപ്പോൾ എത്ര പ്രോട്ടോൺ ഉണ്ട്? 11. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 11. മാസ് നമ്പർ എത്രയാണ്? 23. ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടെത്താം? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അതായത് മുകളിലത്തെ നമ്പർ മൈനസ് താഴത്തെ നമ്പർ. 23 മൈനസ് 11 എന്ന് പറയുമ്പോൾ 12. ഇപ്പം നമുക്ക് പ്രോട്ടോണിൻ്റെ എണ്ണം അറിയാം. പ്രോട്ടോൺ ഇവിടെ 11 ആണ് കേട്ടോ, ഞാൻ 1 എന്നാണ് എഴുതിയത്. പ്രോട്ടോണിൻ്റെ എണ്ണം അറിയാം, ഇലക്ട്രോണിൻ്റെ എണ്ണം അറിയാം, അതുപോലെ ന്യൂട്രോണിൻ്റെ എണ്ണവും അറിയാം. അപ്പോൾ നമുക്ക് വരയ്ക്കാമല്ലോ. ആദ്യം ന്യൂക്ലിയസ് വരയ്ക്കാം. 11 പ്രോട്ടോൺ. എത്ര ന്യൂട്രോൺ? 12 ന്യൂട്രോൺ. ഇവിടെ ടോട്ടൽ 11 ഇലക്ട്രോൺ ആണുള്ളത്. ആദ്യത്തെ ഷെല്ലിൽ പരമാവധി 2 എണ്ണം വയ്ക്കാം. അപ്പോൾ ഇനി ടോട്ടൽ 11 ഇലക്ട്രോൺ ആണുള്ളത്. അതിൽ 2 ഇലക്ട്രോൺ ഞാൻ ആദ്യത്തെ ഷെല്ലിൽ വെച്ചു. പരമാവധി 2 ഇലക്ട്രോൺ ആണ് ഇതിൽ കൊള്ളുക. അപ്പോൾ എന്താണെങ്കിലും ഇനി അടുത്ത ഷെല്ല് വരയ്ക്കേണ്ടി വരും. അപ്പോൾ 11ൽ 2 എണ്ണം നമ്മൾ വരച്ചു കഴിഞ്ഞല്ലേ. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം കൂടി വരയ്ക്കാനുണ്ട്. രണ്ടാമത്തെ ഷെല്ലിൽ പരമാവധി 8 എണ്ണമാണ് കൊള്ളുക. അപ്പോൾ 9 എണ്ണത്തിൽ 8 എണ്ണം നമുക്ക് ഇവിടെ വരയ്ക്കാം. ഞാൻ 8 എണ്ണം വരച്ചു. അപ്പോൾ ഇനി 1 ഇലക്ട്രോൺ കൂടി വരയ്ക്കാനുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാമത്തെ ഷെല്ല് വരയ്ക്കാം. അതിൽ 1 ഇലക്ട്രോണും കൂടി വെച്ചു. അപ്പോൾ സോഡിയത്തിൻ്റെ ബോർ മോഡൽ, ബോർ മാതൃകയായിട്ടുണ്ട്. വേറെ ഒരെണ്ണം നമുക്ക് വരച്ചേക്കാം. Al1327. Al എന്ന് പറഞ്ഞാൽ അലുമിനിയം ആണ്. അറ്റോമിക് നമ്പർ എത്രയാണ് ഇവിടെ? 13. അപ്പോൾ എത്ര പ്രോട്ടോൺ? 13. എത്ര ഇലക്ട്രോൺ? 13. ഇനി ന്യൂട്രോണിൻ്റെ എങ്ങനെ കണ്ടെത്താം? 27 മൈനസ് 13, അതായത് 14. അപ്പോൾ നമുക്ക് വരയ്ക്കാം. ന്യൂക്ലിയസിൻ്റെ അകത്ത് 13 പ്രോട്ടോൺ, 14 ന്യൂട്രോൺ. ഇനി ഇലക്ട്രോൺസ് എത്ര എണ്ണം വരയ്ക്കണം? 13 എണ്ണം. ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം വരച്ചു. അപ്പോൾ ഇനി 11 എണ്ണം കൂടി വരയ്ക്കണം. രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം വരയ്ക്കാനേ പറ്റുള്ളൂ അല്ലേ. ഇനിയുള്ള 11 എണ്ണത്തിൽ 8 എണ്ണമേ രണ്ടാമത്തെ ഷെല്ലിൽ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ആ 8 എണ്ണം വരയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്രയായി? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ വെച്ചു, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ വെച്ചു. അതായത് ടോട്ടൽ 10 ഇലക്ട്രോൺ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി 3 ഇലക്ട്രോൺ കൂടി വരയ്ക്കാനുണ്ടല്ലേ. അപ്പോൾ ഒരു ഷെല്ലും കൂടി വരച്ചേക്കാം. അതിൽ നമുക്ക് 3 ഇലക്ട്രോൺ വരയ്ക്കാം. അപ്പോൾ അലുമിനിയത്തിൻ്റെ ബോർ മോഡൽ അല്ലെങ്കിൽ ബോർ മാതൃകയായിട്ടുണ്ട്. ഇനി ഈ ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലെങ്കിൽ സോഡിയം, അലുമിനിയം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ എന്താണ്? ഇവയുടെയൊക്കെ പ്രത്യേകത എന്താണ്?
ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ഒക്കെ വ്യത്യാസമുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളെയാണ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഒരു എലമെൻ്റ് ആണ്, ഓക്സിജൻ ഒരു എലമെൻ്റ് ആണ്, സോഡിയം ഒരു എലമെൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് വളരെ ഈസിയാണ്. ഒരു എക്സാമ്പിൾ പറയാം. സോഡിയം അറ്റോമിക് നമ്പർ 11 അതിനർത്ഥം ഇതിൽ 11 പ്രോട്ടോണും 11 ഇലക്ട്രോണും ആണെന്നല്ലേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വേണ്ടി നമുക്ക് ഇലക്ട്രോണുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. പ്രോട്ടോണും ന്യൂട്രോണും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ വരച്ച പടം നോക്കാം. ഇലക്ട്രോണുകൾ മാത്രം നോക്കാം. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ ഈ പടത്തിലാണെങ്കിൽ 3 ഇലക്ട്രോൺ. ഇത് പടം വരയ്ക്കാതെ വെറുതെ കോമയിട്ട് എഴുതാം. അതായത് ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, കോമ, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ, കോമ, ഈ പടത്തിൽ അടുത്ത ഷെല്ലിൽ 3 ഇലക്ട്രോൺ. ഇതുപോലെ കോമയിട്ട് എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോഡിയത്തിന് 11 ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ സോഡിയത്തിൻ്റെ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആയിരിക്കുമല്ലോ. പരമാവധി 2 ഇലക്ട്രോൺ അല്ലേ കൊള്ളുള്ളൂ. ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 11 എണ്ണത്തിൽ 2 എണ്ണം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി 9 എണ്ണം കൂടിയുണ്ടല്ലേ. ആ 9 എണ്ണത്തിൽ 8 എണ്ണമല്ലേ അടുത്ത ഷെല്ലിൽ വെക്കാൻ പറ്റുള്ളൂ. പരമാവധി 8 എണ്ണേ കൊള്ളുള്ളൂ. ഇപ്പോൾ 2 + 8 അതായത് 10 എണ്ണം നമ്മൾ വെച്ച് കഴിഞ്ഞു. 11 ഇലക്ട്രോണാണ് മൊത്തത്തിലുള്ളത്, 10 എണ്ണം വെച്ചു. ഇനി 1 ഇലക്ട്രോൺ കൂടിയല്ലേ ഉള്ളൂ, അത് അടുത്ത ഷെല്ലിൽ വെക്കാം. അപ്പോൾ ഇതാണ് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം. വേറെ ഒരെണ്ണം നോക്കാം. ലിഥിയം അറ്റോമിക് നമ്പർ 3 അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ഇനിയിപ്പോൾ 1 ഇലക്ട്രോൺ കൂടിയല്ലേ ഉള്ളൂ, അത് അടുത്ത ഷെല്ലിൽ വെക്കാം. അപ്പോൾ ഇതാണ് ലിഥിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. അല്ലെങ്കിൽ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ഇനി അടുത്ത ഷെല്ലിൽ എത്ര എണ്ണം വെക്കണം? 6 എണ്ണം വെക്കണം. അടുത്ത ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 8 എണ്ണം കൊള്ളും അല്ലേ. അപ്പോൾ നമുക്ക് ഈ 6 എണ്ണം ഇവിടെ തന്നെ വെക്കാം. അപ്പോൾ ഇതാണ് ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന് ആകെ 1 ഇലക്ട്രോണേ ഉള്ളൂ, അത് ആദ്യത്തെ ഷെല്ലിൽ വെക്കാം. അപ്പോൾ വെറുതെ 1 എന്ന് എഴുതിയാൽ മതി. ഇതാണ് ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ വിന്യാസം. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും എഴുതാം. ടെക്സ്റ്റിൽ ഇതുപോലെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, KLMNO. ഈ ഷെല്ലിലൊക്കെ എത്ര ഇലക്ട്രോൺ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. 11 അല്ലേ. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ എത്രയായിരുന്നു? നമ്മളിപ്പോൾ ചെയ്തതാണ്, 8 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അല്ലെങ്കിൽ ലിഥിയം അറ്റോമിക് നമ്പർ 3 ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അല്ലെങ്കിൽ ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ എത്രയാണ്? 6 ഇലക്ട്രോൺ. അപ്പോൾ ബാക്കിയുള്ള ഷെല്ലിലൊന്നുമില്ല അല്ലേ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ 0 ഇട്ട് വയ്ക്കാം. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർഗൺ നോക്കാം. ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18 ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഇനി 16 എണ്ണം കൂടി ഉണ്ടല്ലോ. അടുത്ത ഷെല്ലിൽ പരമാവധി 8 എണ്ണം വെക്കാം. ഇപ്പോൾ ടോട്ടൽ 10 എണ്ണം നമ്മൾ വെച്ച് കഴിഞ്ഞു. അപ്പോൾ 8 എണ്ണം കൂടി ബാക്കിയുണ്ടല്ലേ. അടുത്ത ഷെല്ലിൽ പരമാവധി 18 എണ്ണം കൊള്ളുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ 8 എണ്ണം അവിടെ തന്നെ വെക്കാമല്ലോ. തീർന്നില്ലേ? ഇനി വേണമെങ്കിൽ ബാക്കിയുള്ളത് 0 ഇടാം. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് നോക്കിയാൽ മതി.